ഇന്നത്തെ റെസിപ്പി ഒരു ബ്രിഞ്ചോൾ ഫ്രൈ ആണ്. നമുക്ക് നോൺ വെജൊന്നും ഇല്ലാത്തൊരു ദിവസമോ അല്ലെങ്കിൽ ലഞ്ച് കൊടുത്തു വിടാനോ ഒക്കെ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ഇവിടെ മോന് വലിയ ഇഷ്ടമാണ്. മോൻ നോൺ വെജ് കൊണ്ടുപോകില്ല, ചിക്കനൊക്കെ കൊണ്ടുപോകും. പക്ഷേ മീൻ ഇഷ്ടമല്ല. മീൻ വീട്ടിലാണെങ്കിലേ കഴിക്കൂ, കയ്യിൽ സ്മെല്ല് വരും എന്നൊക്കെ പറഞ്ഞ് കഴിക്കൂല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നോൺ വെജിന് പകരം ഇത് വേണമെങ്കിൽ കൊടുത്തു വിടാം. ഇത് ഞാൻ വലിയ കത്തിരിക്ക വട്ടത്തിന് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകണം, അതിൻ്റെ ഒരു കയ്പ്പ് രസം വരാതിരിക്കാനാണ്. പിന്നെ കുറച്ച് ഗാർലിക്ക് കട്ട് ചെയ്ത് വയ്ക്കണം, ഒരു 3-4 അല്ലി. ഈ ഗാർലിക്ക് മെയിനാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കത്തിരിക്കയുടെ പുറത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങളുടെ എത്ര എരിവാണോ വേണ്ട അതിനനുസരിച്ച് മുളക് പൊടി ഇടണം. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി, പൊടികളെല്ലാം കൂടി നമുക്ക് അരച്ച് വേണമെങ്കിൽ എടുക്കാം. ഗാർലിക്കും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അരയ്ക്കാത്തത്. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ മതി. പിന്നെ പെരുംജീരകപ്പൊടി, കുരുമുളക് ഇഷ്ടമില്ലാത്തവർ അത് യൂസ് ചെയ്യണ്ട. പെരുംജീരകപ്പൊടി, പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരല്പം ഗരം മസാല യൂസ് ചെയ്യാം. ഞാൻ ഗരം മസാലയൊന്നും ഇട്ടില്ല. എനിക്ക് ഗരം മസാല ചോറിൻ്റെ കൂടെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. ഇത് സോഫ്റ്റായിട്ടുള്ള ഒരു വെജിറ്റബിളാണ്, അപ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ കണക്കിന് അത് ഇട്ട് കൊടുക്കണം. നമ്മൾ അരപ്പൊന്ന് പുരട്ടി കഴിഞ്ഞ് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് പൊടികൾ ഇട്ടതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കാം, നമുക്ക് ഇതിൻ്റെ പുരട്ടി വയ്ക്കാനായിട്ട്. അതല്ല, ഞാനിപ്പോൾ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഒരു 1/2 സ്പൂൺ വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ പൊടികൾ ഒന്ന് പുരട്ടി കൊടുത്തത്, അല്ലെങ്കിൽ പിടിച്ചിരിക്കില്ല. അപ്പോൾ ബട്ടർ ഇട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് ഗാർലിക്കും ബട്ടറും കൂടെ ഒന്ന് മണം, അതിൻ്റെ ഒരു മണം ഈ ഇതിലേക്ക് വരും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് നല്ല വ്യത്യാസമുണ്ട് എണ്ണയിലും ബട്ടറിലും ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ ഒരു 1/2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തോളൂ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒത്തിരി ഇതൊന്നും വേണ്ട. നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഈർപ്പം കൊണ്ട് അതങ്ങ് വെന്തോളും. ഒത്തിരി എണ്ണയും ഒന്നും വേണ്ട. ഞാനൊരു 1/2 സ്പൂൺ ബട്ടറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഞാൻ ഗാർലിക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി അരിഞ്ഞതാണ് അത് ഈ ബട്ടറിലിട്ട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ ഒരു മണം വരുമ്പോൾ, നല്ലൊരു മണം വരും. ആ വരുന്ന സമയത്തിന് നമ്മൾ ഈ കത്തിരിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം ഇതുണ്ടാക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഗാർലിക്ക് കിടക്കുന്നതിന് അതിൻ്റെ പുറത്തെടുത്ത് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കിടന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ആ കത്തിരിക്കയിലേക്ക് ഇറങ്ങും. പിന്നെ അടച്ച് വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് ആകുമ്പോൾ അതിനെ മറിച്ച് ഇടയ്ക്ക് നോക്കണം കരിയുന്നുണ്ടോയെന്ന്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. എളുപ്പം വെന്ത് കിട്ടും. ഇത് നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. പിന്നെ ചപ്പാത്തിക്കും നല്ല ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ്സ് അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.